കോഴിക്കോട് ഫറോക്കിൽ അർദ്ധരാത്രി യുവാവിന് നേരെ ബൈക്കിലെത്തിയവരുടെ ക്രൂരമായ ആക്രമണം. ഫറോക്ക് പുറ്റേക്കാട് സ്വദേശി അരുൺകുമാറിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലകരായ 2 സഹോദരന്മാർ ചേർന്നാണ് യുവാവിനെ നഞ്ചക്ക് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നതിനെ ചൊല്ലി തർക്കം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കൗൺസിലർമാർ വധഭീഷണി മുഴക്കി. സെക്രട്ടറിയുടെ പരാതിയിൽ കൗൺസിലർമാർക്കെതിരെ കേസെടുത്തു. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ലെവിൻ, സെക്രട്ടറിക്കെതിരെയാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത്, അതും കൗൺസിലർമാർ. എന്തായിരുന്നു തർക്കത്തിന്റെ തുടക്കം? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് കുമാറിനെതിരെ CPM-ന്റെ കൗൺസിലർമാരായിട്ടുള്ള 2 പേർ, AS മനോജ്, എറിൻ ആന്റണി എന്നിവർ, വി അനൂപ്, ഇങ്ങനെ 3 പേർ വധഭീഷണി മുഴക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ആണ് ആരോപണം. ഇത് സംബന്ധിച്ച പരാതി അഭിലാഷ് കുമാർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ നൽകി. തർക്കങ്ങൾക്കും കയ്യേറ്റത്തിനും കാരണമായ സംഭവം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ അത് ബിഗ് സ്ക്രീനിൽ ഗുരുവായൂർ നഗരസഭയുടെ ഓഡിറ്റോറിയത്തിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ മുൻ കൗൺസിൽ തീരുമാനമെടുത്തിരുന്നു. LDF ഭരണസമിതിയുടെ തീരുമാനം പക്ഷേ ഭരണം മാറി പുതിയ ഭരണസമിതി UDF-ന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കാൻ ഈ സെക്രട്ടറി വിസമ്മതിച്ചു. സാമ്പത്തികമായി നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. ഏകദേശം ഒരു 2 മാസ കാലയളവിൽ ഇത്തരത്തിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ നഗരസഭ ഓഡിറ്റോറിയം വിട്ടു നൽകിയാൽ അത് നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള കാരണം പറഞ്ഞായിരുന്നു സെക്രട്ടറി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഈ 3 LDF കൗൺസിലർമാർ ചേർന്ന് സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കിയത് എന്നുള്ളതാണ് ആരോപണം. ഇക്കാര്യം രേഖാമൂലം സെക്രട്ടറി പരാതി നൽകുകയും നഗരസഭാ ജീവനക്കാർ CPM കൗൺസിലർമാർക്കെതിരെ പ്രതിഷേധം അറിയിക്കുകയും സംഘടിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കൗൺസിലർമാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മറുവശത്ത് CPM കൗൺസിലർമാരും നഗരസഭാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പരാതിയിൽ കേസെടുത്തിട്ടില്ല. കൗൺസിലർമാർക്കെതിരായ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ ദേഹോദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നഗരസഭ. ശരി ലെവിൻ, എന്തായാലും ഗുരുതരമായ സംഭവമാണ്. സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്.